വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ചെയ്ത സ്ത്രീയുടെ വയറ്റിൽ കത്രിക കണ്ടത് വലിയ വിവാദമായിരുന്നല്ലോ. അതിനെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നത് ആരോഗ്യവകുപ്പിൻ്റെയും സിസ്റ്റത്തിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും വീഴ്ചയാണെന്നാണ്. എങ്ങനെയാണ് ഇത് ആരോഗ്യവകുപ്പിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും വീഴ്ചയായി മാറുന്നത്? ഒ പിയിലെത്തുന്ന ഒരു രോഗിയെ ഡോക്ടർ ചികിത്സിക്കുമ്പോൾ അവിടെ നടക്കുന്ന ചികിത്സയും രോഗം കണ്ടുപിടിക്കലും ഒക്കെ കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രിക്ക് ഓരോ ഒ പിയിലും വന്ന് പരിശോധിക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ശസ്ത്രക്രിയകൾ നടക്കുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരും അതിൽപ്പെട്ട സംഘവും അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആരോഗ്യമന്ത്രിയും സിസ്റ്റവും ആരോഗ്യവകുപ്പും കുറ്റക്കാരായി മാറുന്നത്? ശ്രദ്ധാപൂർവം ആ ചികിത്സ ചെയ്യാത്ത ഡോക്ടർമാരല്ലേ കുറ്റക്കാരാകുന്നത്? നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 92.5% പിഴവുകളും സ്വകാര്യ ആശുപത്രിയിലാണ് നടക്കുന്നത്. 7.5% മാത്രമാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ നടക്കുന്നത്. തുലവും തുച്ഛമാണ്. അമേരിക്കയിൽ പോലും ചികിത്സാ പിഴവ് 20%-ന് മുകളിലാണ്. പ്രവാസി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായ ഒരാൾ നടത്തുന്ന ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് കാരണം ഒരു ബാലിക മരിച്ചിരിക്കുകയാണ്. ആർക്കും യാതൊരു പ്രതിഷേധവുമില്ല, അന്തിച്ചർച്ചയുമില്ല, യാതൊരു പ്രശ്നമില്ല. സ്ത്രീയുടെ വയറ്റിൽ കത്രിക കണ്ടതിൽ പ്രതിഷേധിച്ച് വീണ ജോർജിൻ്റെ വീട്ടിൽ റീത്ത് വെച്ച യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് മുന്നിൽ റീത്ത് വെക്കാൻ തയ്യാറാകുമോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അത് ചെയ്യാൻ? അത് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ.